ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു റൂമിൻ്റെ വയറിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് 25 mm പൈപ്പ് വഴിയാണ് നമ്മൾ സർക്യൂട്ട് ഈ ബോക്സിലേക്കാണ്, അതായത് ബെഡ് സ്വിച്ചിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എ സിയുടെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഡി ബിയിൽ നിന്ന് വരുന്ന 1 ഇഞ്ച് പൈപ്പ് ഇവിടെ വന്നു. അതിനുശേഷം ബെഡ് സ്വിച്ചിൻ്റെ രണ്ടറ്റത്തുമുള്ള 65 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ബെഡ് സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതായത് 6 അടി കൂട്ട് 6 അടിയുടെ കട്ടിൽ അതിൻ്റെ സെൻറ്ററിൽ വീഴാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും 8 മോഡുകളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്കാണ് സർക്യൂട്ട് ഡി ബിയിൽ നിന്ന് വരുന്നത്. ഡി ബിയിൽ നിന്ന് ഡയറക്റ്റ് ഈ 2 ബോക്സുകളിലേക്ക് വരുന്നു. പിന്നെ ഈ കട്ടിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു പിക്ചർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നിന്ന് ഈ സൈഡിലുള്ള ബോക്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് മുകളിൽ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൻ്റെ ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീലിങ്ങിൻ്റെ ലൈറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സീലിംഗ് ലൈറ്റ് വയ്ക്കാൻ വരുന്ന ബോക്സാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വരുന്ന വയറ് നമ്മളിതിലേക്ക് എത്തിക്കാൻ വേണ്ടി സീലിങ്ങിൻ്റെ പൈപ്പ് ഈ ബോക്സിലേക്ക് നമ്മൾ ബെഡ് സ്വിച്ചിലേക്കാണ് വെട്ടിയിട്ടിരിക്കുന്നത്. പൈപ്പ് 20 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് എക്സോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 20 mm പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് സീലിംഗ് ലൈറ്റ്സുകൾ ഉള്ളതുകൊണ്ട് നമ്മളൊരു 4x4 PVC ബോക്സ് വെച്ചിട്ട് അതിലേക്കാണ് ലിങ്ക് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ലൈറ്റ് ഇതിലേക്ക് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ സർക്യൂട്ട് കാര്യങ്ങൾ മെയിനായിട്ട് വന്നത് ഇതിലേക്കാണ് വരുന്നത്. എ സിയുടെ സർക്യൂട്ടും അല്ലാത്ത എല്ലാ സർക്യൂട്ടുകളും നമ്മൾ ഈ റൂമിൻ്റെ സർക്യൂട്ട് അതിലേക്ക് വന്നു. അതിനുശേഷം ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ ബെഡ് സ്വിച്ചിൽ നിന്നും വന്ന് ഈ സൈഡിൽ നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബോക്സ് 6 മോഡുകളുടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിലേക്കാണ് അടുത്ത പൈപ്പ് 20 mm പൈപ്പ് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 20 mm പൈപ്പ് തന്നെ അതിലൂടെ അടിച്ച് കൊണ്ടുപോയിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ എൻട്രൻസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ച് ഡ്രസ്സിങ് ഏരിയയുടെയും ബാത്റൂമിൻ്റെ എൻട്രൻസ് സ്വിച്ച് നമ്മൾ കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ട് 2 മോഡുകളുടെ ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുശേഷം ഈ ബോക്സ് വഴി തന്നെയായിട്ടാണ് എ സിയുടെ നമ്മൾ ഈ സൈഡിൽ എ സി വയ്ക്കുന്നത്. എ സിക്ക് വേണ്ടിയിട്ട് പ്ലഗ് പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ സൈഡിലാണ് ഡ്രസ്സിങ് ഏരിയയും തൊട്ടപ്പുറത്ത് ബാത്റൂം വരുന്നത്. ബാത്റൂമിലേക്കുള്ള ലൈറ്റ് നമ്മൾ ഈ എൻട്രൻസ് സ്വിച്ചിൽ തന്നെ കൊടുത്തു. ഡ്രസ്സിങ് ഏരിയയുടെ എൻട്രൻസിൽ തന്നെ 2 സ്വിച്ച് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്ന എൻട്രൻസിലെ സ്വിച്ച് ബോർഡാണ്. ഈ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് നേരിട്ട് വരുന്നതിന് ശേഷം ഡ്രസ്സിങ് ഏരിയയിലേക്ക് നമുക്ക് ഒരു ലിങ്കിങ് കൊടുത്തു. അവിടെ ഒരു സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. ആ 8 മോഡുകളുടെ ബോക്സാണ് വരുന്നത്. അവിടെ ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീലിംഗ് ലൈറ്റ്സ് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. സീലിംഗ് ലൈറ്റ്സും കൊടുത്തു. അതുപോലെ ഡ്രസ്സിങ് ഏരിയയുടെ ലൈറ്റ്സ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നിന്നാണ്, നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന്, അതായത് ഡ്രസ്സിങ് ഏരിയയുടെ ഫ്രണ്ടിലാണ് നമ്മൾ സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെ അതിൽ നമ്മൾ ബാത്റൂമിലേക്ക് ഈ വഴിയായിട്ടാണ്, ഡ്രസ്സിങ് ഏരിയ വഴിയായിട്ടാണ് നമ്മൾ പൈപ്പ് പോകുന്നത്. 20 mm പൈപ്പ് വന്നു നേരെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തെ സ്വിച്ച് ബോർഡിലേക്കാണ് വരുന്നത്. അകത്തെ സ്വിച്ച് ബോർഡ് 6 മോഡുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 മോഡുകളുടെ വയ്ക്കാം. സീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി. അപ്പോൾ ഒരു 8 മോഡുകളുടെ ബോക്സ് നമ്മൾ വെച്ചുകൊണ്ട് ആ പൈപ്പ് തുളഞ്ഞ് നമ്മൾ ഈ ബോക്സിലേക്കാണ് കയറിയിരിക്കുന്നത്. 8 മോഡുകളുടെ ബോക്സ് വെച്ചതിന് ശേഷം ഇവിടെ വാഷ് ബേസിൻ വരുന്നതുകൊണ്ട് വാഷ് ബേസിൻ്റെ മുകളിൽ മിറർ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരെ പൈപ്പ് പൊങ്ങിയതിന് ശേഷം എക്സോസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം ഒരു ഹീറ്ററിൻ്റെ ബോക്സ് വരുന്നുണ്ട്. ഹീറ്ററിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എക്സോസ്റ്റിൻ്റെ പോയിന്റ് ആ ഹീറ്ററിലേക്ക് വെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ മുകളിലായിട്ട് നമ്മളൊരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീലിംഗ് ലൈറ്റ്സ് എക്സോസ്റ്റ് വഴി ബെൻഡ് ടു ബെൻഡ് വഴി നമ്മൾ ഈ ബോക്സിലേക്ക് കൊടുത്തിരിക്കുന്നു. 20 mm പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ സർക്യൂട്ട് കാര്യങ്ങൾ ഡി ബിയിൽ നിന്ന് വരുന്നതും കാര്യങ്ങളും, അതുപോലെ തന്നെ 2-wayയുടെ ബെഡ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്യുന്നത് നമ്മൾ 25 mm 1 ഇഞ്ചിൻ്റെ പൈപ്പ് 25 mm ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 20 mm പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. റൂമിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന പൈപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ മെയിൻ സർക്യൂട്ട് കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.